ഹായ് ഓൾ, ഇന്നത്തെ റെസിപ്പി ചുരങ്ങ അല്ലെങ്കിൽ ചുരക്ക ഉപ്പേരി. നല്ല വലിപ്പമുള്ള ചുരങ്ങയാണ് ഇവിടെ കിട്ടാറ്. അതുകൊണ്ട് ഒരു ഉപ്പേരിക്ക് ഒരു ചുരങ്ങ മതിയാവും. വൃത്തിയായി കഴുകിയതിന് ശേഷം നമ്മൾ അതിൻ്റെ തോല് കളഞ്ഞെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലെ ഭാഗം നമ്മൾ കളയും. ഞാൻ ഉപ്പേരിക്കത് എടുക്കാറില്ല. ഞാനിപ്പോൾ ഇത് വളരെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പല രീതിയിൽ അരിയാം. നിങ്ങൾക്ക് കത്തിയും കൊണ്ട് കുറച്ച് ബിഗ് പീസായിട്ട് അരിഞ്ഞിട്ടാണെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്കിനി വേണ്ടത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, സവാള എല്ലാം ഞാൻ ചെറിയ പീസുകളായിട്ട് അരിയുന്നുണ്ട്. പച്ചമുളകൊക്കെ എരിവ് കൂടുതലുള്ളവർക്ക് അതിനനുസരിച്ച് എടുക്കാം. ഇനി നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചുരക്കയിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 2 പിടി തേങ്ങയും, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ നമ്മളൊന്ന് വാട്ടിയെടുക്കുകയാണ്. അതിനകത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചില്ലി ഫ്ലേക്സും മുളകും ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഓൾറെഡി ചില്ലി ഫ്ലേക്സും മുളകും ചേർത്തിട്ടുണ്ടല്ലോ. ഇനി നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുരങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഇറങ്ങും. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പയറുതോരൻ നമ്മൾ വെള്ളം ചേർത്തപ്പോൾ അതിനകത്ത് വെള്ളം ഇറങ്ങില്ലായിരുന്നു. പക്ഷേ ഈ ചുരങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം ആദ്യം വേവിക്കാം. കണ്ടില്ലേ, ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് ഈ വെള്ളം വറ്റുന്ന വരെയാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. ഇനി അടച്ചു വെച്ച് വെള്ളം വറ്റുന്നവരെ വേവിക്കാം. ഉപ്പേരി ട്രൈ ചെയ്ത് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ്.